ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ യു കെയിലുള്ളവരും യു കെയിലേക്ക് ഇനി വരാനിരിക്കുന്നവരൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു വൈറ്റ് പേപ്പർ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നുള്ളത്. ലാസ്റ്റ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ അത് ഒരു 4-5 ചാപ്റ്റർ അതിനകത്തുണ്ട്. പക്ഷെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 3ഉം ആണ്. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നമ്മളെ കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പോർഷൻ അതാണെന്ന് എനിക്ക് തോന്നി. അപ്പം നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് പോവാം. അതിനകത്ത് കുറെ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ട്, പക്ഷെ കുറെ കാര്യങ്ങളിൽ ഇനി ഒരു വ്യക്തത വരാനുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന അത്രയും കാര്യങ്ങൾ, മീൻസ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു റൂൾ ആയിട്ടില്ല, ഇതൊരു പ്രപ്പോസൽ മാത്രമാണ്. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസൽ ആണ് ഇത് ശരിക്കും. ഇനി ഇതിന് പല പ്രോസസ്സുകൾ ഇനി ബാക്കിയുണ്ട്. അതൊരു ഡ്രാഫ്റ്റ് ആവണം, ഡിബേറ്റുകൾ ഉണ്ടാവും, 2 ഹൗസുകളും അത് അക്സെപ്റ്റ് ചെയ്യണം, പിന്നെ കിങ് സൈൻ ചെയ്യണം, അങ്ങനെ കുറെ പ്രോസസ്സുകളുണ്ട്. അതിനുശേഷം മാത്രമാണ് അത് ഒരു റൂൾ ആവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, അതിനനുസരിച്ച് നമ്മുടെ പ്ലാനും കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ സ്കിൽഡ് വർക്കർ വിസ, അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കത് എടുത്ത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, ഒരു ടൈമിൽ ഗൾഫിലൊക്കെ ഒരു സ്വദേശിവൽക്കരണം ഉണ്ടായിരുന്നല്ലോ, ഏതാണ്ട് ആ ഒരു ഫീലാണ് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലോട്ട് യു കെയിലുള്ളവരെ കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടുവരിക, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതെന്നാണ് ആ ഒരു ഏരിയ കവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതിനകത്ത് അവർ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഇതുവരെ നമുക്കിവിടെ ഒരു സ്കിൽഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് RQF ലെവൽ 3 ആയിരുന്നു. അത് RQF ലെവൽ 6 ആക്കാനുള്ളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറി ക്രൈറ്റീരിയ ഇൻക്രീസ് ചെയ്യാൻ, എക്സ്പെഷ്യലി ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ കെയർ വർക്കേഴ്സിനൊക്കെ സാലറി ത്രെഷോൾഡ് കുറവാണ്. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ എഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു പോർഷൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വരാൻ പോകുന്ന ഒരു കാര്യം, ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ചീപ്പ് ഓപ്ഷൻ ആയിരുന്നു. ഇനി മുതൽ അത് അങ്ങനെ ആകില്ല എന്നൊരു സൂചന അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സ്കിൽ സർചാർജ് എന്ന് പറയുന്നത് 32% ഇൻക്രീസ് ചെയ്യും എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഇൻക്രീസ് ചെയ്യാം എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ എംപ്ലോയർക്ക് നമ്മളെ സ്പോൺസർ ചെയ്ത് വരുമ്പോൾ അതിനുള്ള എക്സ്പെൻസുകൾ ഫ്യൂച്ചറിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം മാത്രം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ്, അല്ലെങ്കിൽ കുറച്ച് ജോബുകൾക്ക് മാത്രം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതികളൊക്കെ വരാനുള്ള സാധ്യത അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 2019 തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സോഷ്യൽ കെയർ വിസയിൽ ഒരുപാട് ആൾക്കാർ അബ്രോഡ് ചെയ്യുന്ന ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് അതിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അൺസ്കിൽഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ കയറി വന്നിട്ടുണ്ട് എന്നൊരു കോട്ട് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ഇനി ഫ്യൂച്ചറിലേക്ക് അഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വി വിൽ ക്ലോസ് സോഷ്യൽ കെയർ വിസ ടു ന്യൂ ആപ്ലിക്കേഷൻസ് ഫ്രം അബ്രോഡ് എന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ നിൽക്കുന്നവർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ കെയർ വിസയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ മീൻസ് ഓൾറെഡി വിസയിൽ നിൽക്കുന്നവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനും ഒരു ആൻസർ അവിടെ ഉണ്ട്. അതിന് പെർമിറ്റ് ചെയ്യും. നിലവിൽ വിസയിൽ നിൽക്കുന്നവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും, പക്ഷെ അതും അണ്ടർ റിവ്യൂ ആണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ലേബർ മാർക്കറ്റ് എന്നുള്ള കാര്യം, ലേബർ മാർക്കറ്റ് ഒന്നും കൂടെ റിവ്യൂ ചെയ്യുമെന്നും, അതുപോലെ നമുക്കറിയാം ഒരു കഴിഞ്ഞ വർഷമാണ് ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് മാറ്റി അത് ISL ലിസ്റ്റ് ആക്കിയത്. ഇനി ISL ലിസ്റ്റ് മാറി പിന്നെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് തന്നെ വരും എന്ന് തോന്നുന്നു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 180 ജോബ്സ് വരെ ഈ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ നിന്ന് മാറാം എന്നൊരു കാര്യം കൂടെ അവിടെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ജോബുകൾ മാറും, ആരെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കിനി വരുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് അതിന് വരാൻ പോകുന്നത് ഒരു ലോങ് ടൈമിലേക്ക് ആയിരിക്കില്ല, ഷോർട്ട് ടൈം ലിസ്റ്റുകളായിരിക്കും വരാൻ പോകുന്നത്. അത് അഡ്വക്കേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ നിൽക്കുന്ന ജോബുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേഴ്സ്,
അങ്ങനെയുള്ള ജോബുകളൊക്കെ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ജോബുകൾക്കായിരിക്കും ഒരു ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുമെന്നും അതിൽ ചേഞ്ചസ് വരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടും എന്താ പറയാ, നമ്മൾ സ്കിൽ വർക്കർ വിസയിലേക്ക് ചിന്തിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ, അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് മാക്സിമം അവരുടെ സ്കിൽഡ് ആക്കി കൊണ്ടുവരിക, ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക, മാക്സിമം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കുറയ്ക്കുക. അതാണ് മെയിനായിട്ടും എയിം ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഒരു കാര്യം, ഇനി ഈ സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ വരുന്നവർ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച്, അതിനും സാലറി ത്രഷോൾഡ് അല്ലെങ്കിൽ സാലറി ക്രൈറ്റീരിയയിൽ ഒരു ചേഞ്ച് വരും, കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതുവരെ മെയിൻ ആപ്ലിക്കന്റ് ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നവരും ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ അതിനകത്ത് ആ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ വരുന്നവർക്ക്, ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നവർ ലോക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി ഡിപ്പെൻഡൻസിനും ലാംഗ്വേജ് റിക്വയർമെന്റ് വന്നേക്കാം. അങ്ങനെ ഒരു പ്രപ്പോസൽ അവിടെ അവർ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, സ്കിൽഡ് വർക്കർ വിസയിൽ നമ്മൾ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ഇതുവരെ നമുക്ക് B1 ലെവൽ പ്രൂവ് ചെയ്താൽ മതിയായിരുന്നു ലാംഗ്വേജ് റിക്വയർമെന്റ്, അത് B2 ആവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സ്കിൽഡ് വർക്കർ വിസയിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് സ്റ്റുഡൻസ്. ഇപ്പോൾ ക്യാസ് ലെറ്റർ ഒക്കെ കിട്ടിയിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ വരണോ വേണ്ടിയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം ഇനി നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോവാം. സ്റ്റുഡൻറ് വിസ റിലേറ്റഡ് ആയിട്ട് പറയുന്ന കാര്യം, ഇനി മുതൽ ഇതുവരെ റിക്രൂട്ട് ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്ത പോലെ അത്ര ഈസി ആയിരിക്കില്ല ഇനിയുള്ള റിക്രൂട്ട്മെന്റ്. അതിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി അവർ തന്നിട്ടില്ല. ഓട്ടം ബഡ്ജറ്റിൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഉണ്ടാവും എന്നുള്ളൊരു സൂചനയാണ് തന്നേക്കുന്നത്. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ലെവി ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ പേ ചെയ്യേണ്ടത് അതോ സ്റ്റുഡൻസ് ആണോ പേ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ ഓട്ടം ബഡ്ജറ്റിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോവാം. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു എക്സ്ട്രാ ചാർജും കൂടെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫീസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ലോക്കൽ ആയിട്ടുള്ള കുറെ മാനദണ്ഡങ്ങളും കൂടെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് പല ക്ലാസ്സുകളിലും ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മീൻസ് കോഴ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചിലപ്പം ലോക്കലായിട്ടുള്ള ആൾക്കാരും കൂടെ ഉള്ള കോഴ്സുകൾക്ക് വേണം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈറ്റീരിയ അവിടെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വായിച്ചിട്ട് മനസ്സിലാവുന്നത് കേട്ടോ. ഇപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ PDF നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഒരു ഡീറ്റെയിൽ ഐഡിയ കിട്ടുമായിരിക്കും. അപ്പൊ എനിക്ക് വായിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഗ്രാജുവേറ്റ് വിസ. ഇതുവരെ ഗ്രാജുവേറ്റ് വിസ എന്നുള്ളത് 2 വർഷമായിരുന്നു. അത് 18 മാസമായിട്ട് കുറയ്ക്കാനുള്ള ഒരു പ്രപ്പോസൽ പോകുന്നുണ്ട്. മീൻസ് അത് ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 18 മാസം ആക്കുക എന്നുള്ളത്. ഇപ്പൊ മെയിനായിട്ടും ഇനിയിപ്പോൾ സ്റ്റുഡൻറ് വിസ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് വിസ 18 മാസം ആക്കുക എന്നുള്ളതാണ്. ഒരു 6 മാസത്തെ കുറവ് അതിലേക്ക് വരിക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ലോണൊക്കെ എടുത്ത് വന്ന് ഈ PSWയിലൊക്കെ നിന്ന് ലോണൊക്കെ തിരിച്ചടയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ 6 മാസത്തെ കുറവ് തന്നെയാണ്. അത് നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് അതിനെ റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് PR 5 വർഷം എന്നുള്ളത് 10 വർഷത്തേക്കാകും എന്നുള്ള കാര്യം. അതിലും ഒരു വ്യക്തമായ ഒരു ഐഡിയ അവർ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, PR എന്തായാലും 5 വർഷം എന്നുള്ളത് 10 വർഷം ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ എല്ലാവർക്കും ആവണമെന്നില്ല. കുറച്ച് എക്സംഷൻസ് അതിനകത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് ആർക്കാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ അതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം, സൊസൈറ്റിയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, മീൻസ് എനിക്ക് തോന്നുന്നു, മീൻസ് അത് ചിലപ്പോൾ ടാക്സ് വഴി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റോ അല്ലെങ്കിൽ സ്കിൽഡ് വൈസ് ആയിരിക്കും. അങ്ങനെ വരുന്ന കാറ്റഗറികൾക്ക് അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് PR കിട്ടാനുള്ള വഴികൾ
ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ സമാധാനിക്കാം. അത് എല്ലാവർക്കും ബാധകമായിരിക്കില്ല. ഇനിയിപ്പോ ഏതൊക്കെ കാറ്റഗറികളാണ് അതിനകത്ത് ഒഴിവാവുക എന്നുള്ളതാണ് നോക്കേണ്ട കാര്യം. അതിനി അതറിയണമെങ്കിൽ ഇനിയും സമയം എടുക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ പ്രോസസ്സ് ചെയ്ത് വരണ്ടേ, അപ്പോഴത്തേക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഹോപ്പ്ഫുള്ളി ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അതിൽ നിന്നൊരു രക്ഷ ഉണ്ടാകും എന്ന് വിചാരിക്കാം. ഇനി എനിക്കിത് മൊത്തം വായിച്ചു പോയ സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിയമങ്ങളെല്ലാം ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ലീഗലായിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ കയറി വരുന്നവരെയാണ്. മീൻസ് നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഇവിടെ നിൽക്കുന്നവരെയാണ് കൂടുതലും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ എപ്പോഴും പറയാറുള്ള പോലെ ഒരു സ്ഥിരം പല്ലവി, ബോർഡർ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും, പെട്രോളിംഗ് കുറച്ച് സ്ട്രോങ് ആക്കും എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവികൾ മാത്രമാണ് അതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്താകും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിനെ കണക്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, ഡൊമസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അത് ലീഗലെന്നോ ഇല്ലീഗലെന്നോ ഒന്നുമില്ല, ഇമിഗ്രൻസിന്റെ ഇടയിൽ ഡൊമസ്റ്റിക് അബ്യൂസ് കൂടുതലാണെന്നും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റൂൾസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുമെന്നും അതിനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഇപ്പോൾ ഡിപ്പെൻഡന്റ് ആയാലും ശരി, ഇപ്പോൾ മെയിൻ ആപ്ലിക്കന്റ് ആയാലും ശരി, ഇനിയിപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ചെക്കും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം UK മീൻസ് സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉള്ള ആളുകൾ കയറി വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ ഈ ക്യാരക്ടർ ചെക്കിനുള്ള സാധ്യതയും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഒഫൻസിന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഡീപ്പോർട്ട് ചെയ്യുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് വായിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എന്തായാലും ഇതിൻ്റെ ഫുൾ PDF ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കാം, വായിച്ചു നോക്കുക, സോറി. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.